നേരെ ഒരു തുണ്ട് കടലാസ് പോലും ബാക്കി വെക്കരുത്. ഓക്കെ സാർ. సార్ ఏంటి చావి చావి అడుగులో నా దగ్గర లేదు. ముహమ్మద్ దగ్గర ఉంది. వాడు ఈ రోజు రాలేదు. అడిచి పడిగలవు. కమిషనర్ వద్దు, నువ్వు అనిపిస్తావు. ഹലോ, ആ ഗോവിന്ദ്ജി അല്ലേ? നമസ്കാരം. ജീവൻ, സിറ്റി പോലീസ് കമ്മീഷണർ. രഹസ്യങ്ങൾ ഒരു വലിയ ഭാരം തന്നെയാണ്. കഴിയാവുന്നത്ര ഇറക്കി വെക്കുന്നത് നല്ലത്, ഗോവിന്ദ്ജി. അതുകൊണ്ട് ഞാൻ ഈ മഹേന്ദ്ര റെഡ്ഡിയെ, താങ്കളുടെ വേണ്ടപ്പെട്ട ആജന്മ ശത്രുവിനെ ഒന്ന് അറസ്റ്റ് ചെയ്യാൻ. ബലം വെച്ചുകൊണ്ടൊന്ന് വണ്ടി കയറല്ലോ. ഗോവിന്ദ്ജി ഹാപ്പി ആണല്ലോ അല്ലേ? എന്താണാവും? പിന്നെ പിന്നെ വായിക്കാം. താൻ ഓഫീസിൽ ചെന്ന് ഗോവയ്ക്കൊന്ന് വിളിക്കണം. സലീംബായി ഉടനെ അർജന്റായിട്ടൊന്ന് വിളിക്കാൻ പറയണം. വേഗം വേണം. സ്വന്തം പടയാളികളെ കൗരവസേനയ്ക്ക് വിട്ടുകൊടുത്തിട്ട് പാണ്ഡവ പക്ഷത്തു നിന്ന് യുദ്ധം ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ഭഗവാൻ ശ്രീകൃഷ്ണന്. ഗോവിന്ദ്ജിയും മഹേന്ദ്ര റെഡ്ഡിയും ഈ സമൂഹത്തിന്റെ മുമ്പിൽ ശത്രുത ഭാവിക്കേണ്ടത് ഞാനും നീയും അടങ്ങുന്ന സിസ്റ്റത്തിന്റെ ആവശ്യമായിരുന്നു. ഓരോരുത്തരും അറിയേണ്ടത് മാത്രം അറിയുന്നു, ചെയ്യേണ്ടത് മാത്രം ചെയ്യുന്നു. അങ്ങനെയാകാവൂ. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ കൃഷ്ണന്? ഗോവിന്ദ്ജിയുടെ ഡൊമൈനിലേക്കുള്ള വാതിലാണ് റെഡ്ഡി എന്നറിഞ്ഞ സ്ഥിതിക്ക് ഇനി ആ കമ്മീഷണർ ആ വഴിക്ക് ചിന്തിക്കൂ. എങ്കിലും അയാളെ നമ്മൾ നമ്മുടെ കോട്ട സുരക്ഷിതമാക്കാനാണ് ശ്രമിക്കേണ്ടത്. ആ മുഹമ്മദ് ബിരാവിനെ കൊന്നുകളാ. മുഹമ്മദിനെ എന്തിന്? എന്താടോ, എത്ര വർഷമായി താൻ എൻ്റെ കൂടെ? എന്തിനൊന്നൊരു ചോദ്യം ഇത് ആദ്യമായിട്ടാണ്. ബന്ധങ്ങൾ ഹൃദയം കൊണ്ടാവരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ കൃഷ്ണൻ? കത്തീഡ്രലിന്റെ പിൻവശത്തൊരു കുഴവനുള്ളത് മുഹമ്മദിനല്ല മറ്റാർക്കും അറിയില്ല. അവിടെ റെയ്ഡ് നടന്നിട്ടുണ്ട്. 17 വർഷമായിട്ട് റെഡ്ഡിയുടെ കൂടെയുള്ള മുഹമ്മദിന് അയാളെ ചതിക്കാമെങ്കിൽ എന്നെങ്കിലും ഒരിക്കൽ എന്റെ കൃഷ്ണൻ എന്നെയും നീ അങ്ങനെ ചെയ്യില്ല എന്ന് തന്നെ വിശ്വസിക്കാം. എന്നാൽ ഒരു ഉറപ്പ് വേണം എന്ന് ഗോവിന്ദ്ജി ആഗ്രഹിക്കുന്നതിലും ന്യായമില്ലേ മോനെ? ഞാനിപ്പോ എന്താ വേണ്ടേ? മുഹമ്മദ് ഇബ്രാഹിം മുത്തപ്പറായിയോ ചലംബരശനെ വിട്ട് ജയിക്കാവുന്നേ ഉള്ളൂ. പക്ഷെ ഗോവിന്ദ്ജിയോടുള്ള വിശ്വാസത്തെ തെളിയിക്കാൻ കിഷന് കിട്ടുന്ന ഏറ്റവും നല്ല അവസരമാണിത്, അല്ലേ? ആ ചെറുക്കന്റെ പേരെന്താന്നാ പറഞ്ഞ? പുഷ്പാങ്കതം പറഞ്ഞു. ആ ബംഗാളി ചെക്കൻ്റെ വിമൽ റേ. വിമൽ റേ. എന്നെ കൊണ്ട് ചെയ്യിച്ചല്ലണം.
ആരാ ഇത് ചെയ്തത്? ആരാ ഇത് ചെയ്തത്? തൊടണ്ട, നീ എന്റെ മമ്മി തൊടണ്ട. നീ കാരണം എന്റെ മമ്മി. പോ, എനിക്ക് നിന്നെ കാണണ്ട. പോടാ, don't touch me, മമ്മി. പോ, പോ. അവന് ആ ബംഗാളി വിമൽ റോയ്. നിക്ക്, എനിക്കിവിടെ ആരുമില്ലെന്ന് കണ്ടൂടെ നിനക്ക്? താൻ കാരണം ഒരുത്തൻ അവിടെ ചത്ത് മരവിച്ച് കിടപ്പുണ്ട്. നമ്പർ 16 വരദാചാര്യ റോഡ്. മുഹമ്മദ് ഇബ്രാഹിം. ചീഞ്ഞ് നാറും മുമ്പ് ആ ശവം എടുത്ത് കത്തിച്ച് കളയടോ.